നാടിനും ആ നാടിന്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവും അല്ലേ? അതുപോലെ നമ്മുടെ കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ദേ ആ മിക്സിയുടെ ജാറിൽ കിടന്നിങ്ങനെ കറങ്ങുന്നത്. ഇത് കണ്ടവർക്കും കഴിച്ചവർക്കും എന്താണ് സംഭവം എന്നുള്ളത് ഇപ്പൊ തന്നെ കത്തിയിട്ടുണ്ടാവും. വേറൊന്നല്ല, കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള കണ്ണൂർ കോക്ടെയിൽ ആണ് കേട്ടോ. കണ്ണൂർ പോവാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് കണ്ണൂർ കോക്ടെയിൽ കുടിക്കണം എന്നായിരുന്നു. ബിക്കോസ് ഇതിന്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു കണ്ണൂർ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് കണ്ണൂർ കോക്ടെയിൽ കുടിക്കുകയാണെങ്കിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ജ്യൂസ് കോർണർ തന്നെ കുടിക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ചെറിയൊരു കടയാണ്, എന്നാൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ആൻഡ് ആ തിരക്ക് കണ്ടിട്ട് അയ്യോ ഇത്രയും തിരക്കുണ്ടോ എന്ന് ഞങ്ങൾ ചിന്തിച്ചെങ്കിലും ആ തിരക്കിന് കാരണം എന്താണെന്നുള്ളത് കണ്ണൂർ കോക്ടെയിൽ കുടിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇത്ര തിരക്കുണ്ടെങ്കിലും നമുക്കൊരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ടതില്ല. കാരണം അവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വരുന്നവർക്ക് അവിടെ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വേഗം വേഗം തന്നെ എടുത്തു തരും. ഒരു ഗ്ലാസ്സിൽ 70 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ആൻഡ് ആ 70 രൂപയ്ക്ക് ഈ കണ്ണൂർ കോക്ടെയിൽ ശരിക്കും വേർത്താണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് പപ്പായ ആണെങ്കിലും പപ്പായയുടെ കുത്തുന്ന ഫ്ലേവർ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുഡൊന്നും വേണ്ടിയേ വരത്തില്ല. അത്രയും നമുക്ക് വയർഫില്ലായിരിക്കും. അപ്പോൾ കണ്ണൂർ കോക്ടെയിൽ കുടിച്ചാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ആൻഡ് കുടിക്കാത്തവർ കണ്ണൂർ പോവുകയാണെങ്കിൽ ഇതേ ഈ കടയിൽ നിന്ന് കയറി കുടിക്കാനും മറക്കരുത്. ഞാനിത് പറയാൻ കാരണം ഇതിന്റെ തൊട്ടടുത്തായിട്ടും അതുപോലെ കണ്ണൂർ പല ഭാഗത്തും കണ്ണൂർ കോക്ടെയിൽ എന്നും പറഞ്ഞുകൊണ്ട് കുറേ കടകളുണ്ട്. ബട്ട് എക്സാക്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ജ്യൂസ് കോർണർ ആണ്. സോ ഇവിടെ പോയിട്ട് ഇത് കഴിച്ചാലേ ഇതിന്റെ ഒറിജിനൽ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ജ്യൂസ് കോർണറിൽ തന്നെ പോകാൻ നോക്കുക. ആൻഡ് ടേസ്റ്റ് ചെയ്തിട്ട് ഒപ്പീനിയൻ എന്താണ്, അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്തവർക്ക് ഇത് ഇഷ്ടമാണോ എന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ടിൽ ദെൻ ബൈ.